ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് വയനാട് ജില്ലയിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്, കാന്തൻപാറ വെള്ളച്ചാട്ടം. അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് കാന്തൻപാറ വെള്ളച്ചാട്ടം. മേപ്പാടിയിൽ നിന്ന് 8 കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം. ഏകദേശം 30 മീറ്റർ ആണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. സെൻറ്റിനൽ പാറ വെള്ളച്ചാട്ടത്തിനെ അപേക്ഷിച്ച് അല്പം ചെറുതാണ് ഇത്. അപ്പോൾ ഇവിടെ അധികം വിനോദസഞ്ചാരികൾ സന്ദർശിച്ചിട്ടില്ലാത്ത ഒരു വെള്ളച്ചാട്ടവും പരിസരവും വളരെ മനോഹരമാണ്. പ്രധാന നിരത്തിൽ നിന്നും എളുപ്പത്തിൽ നടന്നെത്തിച്ചേരാവുന്ന ഇവിടം വിനോദയാത്രകൾക്ക് അനുയോജ്യമാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും നോക്കിയാൽ ഒരു വെള്ളിനൂൽ പോലെ കാന്തൻപാറ വെള്ളച്ചാട്ടം കാണാം. പിന്നെ കൽപ്പറ്റയിൽ നിന്ന് 22 കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 23 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് 57 കിലോമീറ്ററുമാണ് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം. പിന്നെ ഞങ്ങൾ അവിടേക്ക് മെല്ലെ നടന്നു നീങ്ങിയാണ്. കുറച്ച് ഒരു 1.5 കിലോമീറ്റർ വേണം അതിൻ്റെ താഴ്ചയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നല്ല നല്ല ഒരു ക്യാമറ ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു സ്ഥലം കൂടിയാണിത്. പിന്നെ ഇവിടെ ഇടതൂർന്ന് നിൽക്കുന്ന മുള മരങ്ങളും അതുപോലെ കാട്ടുമരങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. ഇവിടുത്തെ ആ ഒരു പ്രകൃതി മനോഹരം എത്ര കണ്ടാലും മതി വരില്ല. ഇങ്ങനെ കുറേ വീഡിയോകളൊക്കെ എടുത്ത് ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ 2 സ്ഥലത്തും ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താഴോട്ട് നടന്നു നീങ്ങുകയാണ്. ഏകദേശം കുറേ നടക്കാനുണ്ട്. ഞങ്ങൾ വൈകുന്നേരം 6 മണിക്കാണ് ഇവിടെ എത്തിയത്. ഏകദേശം ക്ലോസിങ് ടൈമിങ് കൂടിയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ സമയം. വളരെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ വളരെ പഴയ മരങ്ങളും അതുപോലെ നല്ല പാറകളും അതുപോലെ വളരെ താഴ്ചയുള്ളൊരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് നടന്നു നീങ്ങിയാണ്. കുറേ സ്റ്റെപ്പുകൾ ഇവിടെ ഉണ്ട് നടന്നു നീങ്ങാൻ വേണ്ടിയിട്ട്. ആ ഒരു ഇതാണ്. നിങ്ങൾക്കിപ്പോൾ അതിമനോഹരമായ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പ്രകൃതി നമുക്ക് ഒരുക്കി തന്ന മനോഹരമായ കാന്തൻപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആദർശങ്ങൾ. വളരെ മനോഹരമാണ്. മുകളിൽ നിന്നും താഴോട്ട് അതിമനോഹരമായിട്ടാണ് വെള്ളമൊഴുകുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു നീങ്ങിയാണ്. നല്ല താഴോട്ട് നല്ല ആഴ്ചയുള്ള ഒരു പ്രദേശം കൂടിയാണ്. നല്ല ഞാൻ ചോദിച്ചാൽ അത് മാത്രം ചെറിയത് വാട്ടർ ഫാൾസ് ഇത്ര വലുത് ഇടണ്ട്. അതുക്ക് മേലെ പറഞ്ഞു ഇതെല്ലാം വരുന്നത് അതല്ല. ഞങ്ങൾ താഴത്തോട്ട് നടന്നു നീങ്ങിയാണ്. കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം.
പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പതുക്കെ പോവുകയാണ്. ഏകദേശം അവിടെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ മനോഹരമായ നടപ്പാതയിൽ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ഒരു കാഴ്ച കണ്ടത്. അവിടെ ഞങ്ങൾക്ക് തന്നെ പ്രകൃതി ഒരുക്കിയ മനോഹരമായൊരു സ്ഥലം കൂടിയാണ്. അതിൻ്റെ താഴെ കൂടെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാം. ഈ മുളത്തടികളിലൂടെ ഇരുന്നിട്ട് ഇവിടെ ഉള്ള ഒരു മനോഹരമായ സ്ഥലം ഫോട്ടോ എടുക്കാനും അതുപോലെ പറ്റിയ ഒരു സ്പോട്ടാണ് ഇത്. വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉറങ്ങാം. ഇതെല്ലാം എഡിറ്റാക്കി നല്ല മതി. അതങ്ങനെയല്ല കൂട്ടുന്നത്, എന്തായാലും മോശമില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ മേപ്പാടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി അവിടെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് ആ കാഴ്ച കണ്ടത്. കുറച്ച് വാമനന്മാർ, കുരങ്ങന്മാർ അവിടെ നിന്ന് കുറച്ച് കൂട്ടം ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എൻട്രൻസിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അവർ കുറേ ആൾക്കാരും കുറേ കുരങ്ങുകൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.